ഹോർമൂസിന്റെ പരിപൂർണ നിയന്ത്രണം തങ്ങൾക്കുണ്ടെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ ഉപരോധവും പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യവും US ശക്തമായി തുടരുകയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ധാരണയല്ല ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Total control. If you look at the blockade, we have total control of that entire region having to do with the Strait of Hormuz. And that means well into it, the land areas. So they would love to make a deal, but they're not ready to make the right deal, in my opinion. Yeah. തീർച്ചയായും അഞ്ജന, ശക്തമായ ഉപരോധം നടക്കുന്നുണ്ട് എന്ന് പലതവണയായി ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ശക്തമായ ഉപരോധം ഹോർമൂസിൽ നടപ്പാക്കുന്നുണ്ട്. ആ ഉപരോധത്തിന്റെ ഭാഗമായി ഇപ്പോൾ കൃത്യമായ നിയന്ത്രണം തങ്ങൾക്ക് ആ പ്രദേശത്തുണ്ട്, ആ മേഖലയിൽ മുഴുവനുമായി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. നേരത്തെയും അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് നേരത്തെയും പറഞ്ഞത് തന്നെ, അതായത് ഇറാൻ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലുള്ള ധാരണ എന്നത് അമേരിക്കയ്ക്ക് സ്വീകാര്യമാകുന്നില്ല എന്നാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണവധാരണ സംബന്ധിച്ചും അനുബന്ധമായ ചില വിഷയങ്ങൾ സംബന്ധിച്ചും ഒരു കടുത്ത നിലപാട് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ധാരണയിൽ എത്തുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു നിർണായക വിഷയം എടുത്തു പറയേണ്ടത്, ഇന്നലെ മസൂദ് പെസഷ്കിയാന്റെ ഒരു പ്രഖ്യാപനം ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അതായത് ഈ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നവർ അതിന്റെ ഗൗരവമേറിയ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞൊരു സാഹചര്യവും ഇന്നലെ ഉണ്ടായി. അത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്നത്തെ ട്രംപിന്റെ പ്രഖ്യാപനം. ഏത് രീതിയിലാണോ അമേരിക്ക പ്രതീക്ഷിക്കുന്ന ധാരണ, ആ ധാരണ ഉണ്ടാക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നൊരു നിലപാട് ചേർത്ത് വായിക്കേണ്ടതുള്ളത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ട്രംപ് ആവർത്തിക്കുകയാണെങ്കിലും ഇന്നലത്തെ സാഹചര്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ അതീവ ഗൗരവമുള്ള ഒരു പശ്ചാത്തലം അതിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശരി.